അതുപോലെ തന്നെയാണ് സീദോൻ. സോരും സീദോനും തുറമുഖ പട്ടണങ്ങളാ. അപ്പൊ രണ്ടു കൂട്ടരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അവർക്ക് സുവിശേഷം വേണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നു, അവൻ വീണ്ടും, ആര് വീണ്ടും? യേശു വീണ്ടും സോരിന്റെ അതിർ വിട്ടു. എന്തിനാ അവൻ സോരിന്റെ അതിർ വിട്ടത്? ഹല്ലേലൂയ. സോരിന്റെ ബൗണ്ടറി വിട്ടു യേശു. എന്താ സോരിന്റെ ബൗണ്ടറി വിടാൻ കാരണം? സോരിന് സുവിശേഷം വേണ്ട, അതുകൊണ്ട് അവൻ അവരുടെ അതിരി വിട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി രണ്ടാമത്തെ ദൂതെടുത്തു. അവൻ നിനക്ക് സുവിശേഷം വേണമെങ്കിൽ അവൻ നിന്റെ അതിരിനകത്തോട്ടാണ്. ഹല്ലേലൂയ. നിനക്ക് സുവിശേഷം വേണ്ടെങ്കിൽ അവൻ നിന്റെ വീടിന്റെ അതിരി വിട്ടുപോകും. അവൻ നിന്റെ ജീവിതത്തിന്റെ അതിരി വിട്ടുപോകും. അവൻ നിന്റെ കുടുംബത്തിന്റെ അതിരി വിട്ടുപോകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കണം, അപ്പാ നീ എന്റെ അതിരി വിട്ടു പോകരുതേ. എനിക്ക് നിന്റെ സുവിശേഷം വേണം, എനിക്ക് നിന്റെ സുവിശേഷം അറിയണം, എനിക്ക് നിന്നെ അറിയണം. അതുകൊണ്ട് എന്റെ അതിരി വിട്ടു പോകരുതേ എന്നൊരു പ്രാർത്ഥന ദൈവമക്കൾ നിന്ന് ഉയരണം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ആമേൻ. യേശു കർത്താവ് എന്ത് ചെയ്തു? സോരിന്റെ അതിരി വിട്ടു. എനിക്ക് തോന്നുന്നു കർത്താവ് തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു കാണണം, സോരേ, നിനക്ക് സുവിശേഷം വേണ്ടെങ്കിൽ, നിനക്ക് എന്റെ സുവിശേഷം വേണ്ടെങ്കിൽ എനിക്ക് നിന്നെയും വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? സീദോനെ, നിനക്ക് സുവിശേഷം വേണ്ടെങ്കിൽ എനിക്ക് നിന്നെയും വേണ്ട. കർത്താവ് സോരിനോടും സീദോനോടും എന്ത് ചെയ്തു? ടാറ്റ പറഞ്ഞു. ഹല്ലേലൂയ. സോരിനോടും സീദോനോടും ടാറ്റ പറഞ്ഞു. സോരെ, നിനക്ക് സുവിശേഷം വേണ്ടെങ്കിൽ എനിക്ക് നിന്നെയും വേണ്ട. നിനക്ക് അവൻ സുവിശേഷം വേണമെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട. കർത്താവോടൊന്ന് പടിയിറങ്ങുക. സോരിന്റെ അതിരി വിട്ടു. സീദോൻ വഴിയായി എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് പറഞ്ഞു, ഞാനിവിടെ വിട്ടു പോവുകയാണ്, നിങ്ങൾക്ക് എൻ്റെ സുവിശേഷം വേണ്ട. കഴിഞ്ഞ കുറേ നാളുകൾ ഞാൻ ഇവിടെ നടന്ന സുവിശേഷം പറഞ്ഞു. നിങ്ങൾക്ക് സുവിശേഷം വേണ്ടല്ലോ. ആരെൻ്റെ സ്ഥലങ്ങളോട് ടാറ്റ പറഞ്ഞു. പിന്നെയുള്ള സ്ഥലം ഏതാ? സോരും സീദോനും കഴിഞ്ഞാൽ പിന്നെ ഏതാ? ദെക്കപ്പൊലി ദേശം. ഈ ദെക്കപ്പൊലി ദേശത്തിലേക്ക് കർത്താവ് വന്നു. ദെക്കപ്പൊലി ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ദൈവമക്കൾ? ദെക്കപ്പൊലി ദേശം എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലെ 10 പ്രമുഖ പട്ടണങ്ങൾ ഒരുമിച്ച് ചേരുന്നതിന് പറയുന്ന, എല്ലാറ്റിനെയും കൂടെ ഒരുമിച്ചിട്ടിരിക്കുന്ന പേരാണെന്ത്? ദെക്കപ്പൊലി ദേശം. മനസ്സിലായോ? ദെക്കപ്പൊലി ദേശമല്ല, ദെക്കപ്പൊലി ദേശം. നിങ്ങൾ വാ തുറന്നൊന്ന് പറയണം. പറയുന്നില്ല. ഹല്ലേലൂയ. എന്താ ബ്രദറെ? ദെക്കപ്പൊലി ദേശം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇനി ദെക്കപ്പൊലി ദേശം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീക്കിലെ 10 പ്രമുഖ പട്ടണങ്ങൾ ഒരുമിച്ച് ചേരുന്നതിന് പറയുന്ന പേരാണ് ദെക്കപ്പൊലി ദേശം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ യേശു എത്ര പട്ടണങ്ങളിൽ സുവിശേഷം പറഞ്ഞേ? എത്ര പട്ടണങ്ങൾ? മോളെ, എത്ര പട്ടണങ്ങളിൽ സുവിശേഷം പറഞ്ഞു യേശു? 10, 12 പട്ടണങ്ങൾ എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങൾ എവിടെയുണ്ട്? ദെക്കപ്പൊലി ദേശത്തുണ്ട്. 2 പട്ടണങ്ങൾ എവിടെയാ? സോരും സീദോനും. ഹല്ലേലൂയ. അങ്ങനെ 12 പ്രമുഖ പട്ടണങ്ങളിൽ കൂടെ നെടുകയും കുറുകയും നടന്ന് എൻ്റെ യേശു കർത്താവ് സുവിശേഷം പറഞ്ഞു. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? കേരളത്തിൽ എത്ര സംസ്ഥാനമുണ്ട്? പറഞ്ഞേ 12. ഈ ചോദ്യം കേൾക്കാതെ ഉത്തരം പറഞ്ഞോ. ഹല്ലേലൂയ. കേരളത്തിൽ എത്ര ജില്ലയുണ്ടെന്നല്ലല്ലോ ഞാൻ ചോദിച്ചു, എത്ര സംസ്ഥാനമുണ്ടെന്നാ ചോദിച്ചു. അല്ലേ? സംസ്ഥാനമുണ്ടോ? കേരളം ഒരു സംസ്ഥാനമല്ലേ? ഇനി പറഞ്ഞോ, എത്ര ജില്ലയുണ്ട്? 14 ജില്ലയുണ്ട്. അതിൽ നിന്ന് എത്ര എണ്ണമേ ഇവിടെ കുറവുള്ളൂ? 2 എണ്ണമേ കുറവുള്ളൂ. ഹല്ലേലൂയ. കേരളത്തിന്റെ പകുതി പോലും പറയാനില്ലാത്ത ഒരു സമൂഹമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം. ഹല്ലേലൂയ. അതിനകത്ത് ഈ സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ദൈവമക്കളെ. സോരും സീദോനും ദെക്കപ്പൊലി ദേശവും, അവിടെ 12 പ്രമുഖ പട്ടണങ്ങളിലൂടെ കർത്താവ് നെടുകയും കുറുകയും നടന്നു സുവിശേഷം പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? 12 പ്രമുഖ പട്ടണങ്ങൾ. ഇതിന്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഗലീല കടൽപ്പുറത്ത് നിന്ന് സോര് വരെ സഞ്ചരിക്കണമെങ്കിൽ 65 കിലോമീറ്റർ. എത്രയാ? 65 കിലോമീറ്റർ.
ഗലീല കടൽപ്പുറത്ത് നിന്ന് സീദോൻ വരെ പോകണമെങ്കിൽ 95 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഈ കൂടുതലുള്ള സ്ഥലം ഒന്ന് എടുക്കാം. ഏതാ? 95 കിലോമീറ്റർ. 95 കിലോമീറ്റർ ആണ് ഈ ഗലീല കടൽപ്പുറത്ത് നിന്ന് അവിടേക്ക് പോകാനുള്ള ദൂരമെങ്കിൽ ഇതിന്റെ ചുറ്റളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ 47.5 കിലോമീറ്റർ കാണും. ഹല്ലേലൂയ. അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയും 47.5 കിലോമീറ്റർ. ഞാൻ പറയട്ടെ, ഈ നാടാരുകോണത്തിൽ നിന്ന് 5 വരെക്കാല വരെ നടന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഉണ്ടോ? അതുവരെ പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ട്? കൂടി പോയാൽ ഒരു 1.5 കിലോമീറ്റർ. ഹല്ലേലൂയ. പോയിട്ടുണ്ടോ? പക്ഷെ തമ്പുരാൻ 47.5 കിലോമീറ്റർ ചുറ്റളവ് നെടുകയും കുറുകയും നടന്ന് സുവിശേഷം പറയുക. 12 പ്രമുഖ പട്ടണങ്ങളിലൂടെ നടന്ന് സുവിശേഷം പറഞ്ഞിട്ട് ഒരുത്തൻ പോലും ഏറ്റെടുക്കാനില്ലെന്ന് പറഞ്ഞാൽ വിഷമമുണ്ടാകുമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ശുശ്രൂഷകൻ ഇവിടെ നിന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ ഞായറാഴ്ച ദിവസം ഏകദേശം കൂടിപ്പോയാൽ ഒരു 1/2 മണിക്കൂറായിരിക്കും ശുശ്രൂഷ ചെയ്യാൻ അവസരം കിട്ടുന്നത്, പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നത്. ഘോരം ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ എല്ലാവരും ഒരുപോലെ ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതിൻ്റെ എത്ര മടങ്ങ് എഫേർട്ടാണ്. 47.5 കിലോമീറ്റർ ചുറ്റളവിൽ നെടുകയും കുറുകയും നടന്ന് സുവിശേഷം പറയണമെങ്കിൽ ഒരു ചില്ലറ കാര്യമാണോ? അല്ല. കർത്താവ് തമ്പുരാൻ പറഞ്ഞിട്ടും ഏറ്റെടുക്കാൻ ഒരൊറ്റ ജനമില്ല, അതിന് മനസ്സ് കൊടുക്കാൻ ജനമില്ല. അതിനുവേണ്ടി അവൻ സ്തോത്രം, ഹല്ലേലൂയ, അതിനെ ചെവി കൊടുക്കാൻ മനസ്സില്ല. കർത്താവിന് വിഷമം വരില്ലേ? വരുമോ ദൈവമക്കളെ? വരും. കർത്താവ് അതുകൊണ്ട് പറഞ്ഞു, സോരേ നിനക്ക് ചാറ്റ, സീദോനെ നിനക്ക് ചാറ്റ, തെക്കപ്പൊലി ദേശത്തിലെ 10 പട്ടണങ്ങളുമേ നിങ്ങൾക്ക് വിടാം. ഞാനിതാ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ എവിടേക്ക് പോവാം? വീണ്ടും ഗലീല കടൽപ്പുറത്തേക്ക് പോവാം. ഇനി കേട്ടോണം. ഹല്ലേലൂയ. ഇനി കേട്ടോണം. യേശു കർത്താവ് സോരിൽ നിന്ന് പോരുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത് എന്താ? ഞാനിനി അവിടെ ചെന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ, എനിക്ക് കുറച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവിടെയും ചെയ്യണം, അവിടെ കുറച്ച് വരുമാനം സാന്ദ്രപ്പെടുത്തണം, അവിടെ എൻ്റെ വീര്യപ്രവൃത്തികളൊക്കെ അവിടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് തമ്പുരാൻ അവിടുന്ന് ഗലീല കടൽപ്പുറത്ത് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ കുറേ അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പോയ യേശു സോരിലും സീദോനിലും തെക്കപ്പൊലി ദേശത്തിലും കൂടി എത്ര അത്ഭുതം ചെയ്ത് കാണും? വല്ല ഊഹമുണ്ടോ? ഇവിടെ നിന്ന് ഒത്തിരി അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയത്. യേശു എത്ര അത്ഭുതം ചെയ്ത് കാണും? ഒന്ന് കറക്കി കുത്തിക്കേ, എത്ര അത്ഭുതം ചെയ്ത് കാണും? നിങ്ങൾ എന്തായാലും മറുപടി പറയുന്നവരല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ തന്നെ പറയും, ആകപ്പാടെ ഒരത്ഭുതമേ ചെയ്തുള്ളൂ. എത്രയാ? ആകപ്പാടെ ഒരത്ഭുതമേ ചെയ്തുള്ളൂ. നിങ്ങൾ ബൈബിള് വായിക്കുന്നവരാണെങ്കിലും ഒന്ന് പറഞ്ഞേ, അതേത് അത്ഭുതമാണ്? അന്ധന് കാഴ്ച നൽകിയതാണ്, ചെകിടന് കേൾവി കൊടുത്തതാണ്, പക്ഷപാതരോഗിയെ സൗഖ്യമാക്കിയതാണ്, മുടന്തനെ സൗഖ്യം കൊടുത്തതാണ്, പിന്നെന്താ, രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യപ്പെടുത്തിയതാണ്, ഭർത്തൃമായെ സൗഖ്യപ്പെടുത്തിയതാണ്. ഹല്ലേലൂയ. ഏതാ? ശ്രദ്ധിച്ചോണേ ദൈവമക്കളെ. സുറഫൊനിക്യ സ്ത്രീ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെങ്ങനെ കേൾക്കുന്നത്? നമ്മളിതിനെ കൊണ്ടുവന്ന് ഇന്ന് പോയ നേരെ കൊണ്ട് ചെന്ന് ഷോക്കേസിൽ വയ്ക്കും. പിന്നെ അടുത്ത ഞായറാഴ്ച നമ്മളിത് എടുത്തുകൊണ്ട് വന്ന് എന്ത് ചെയ്യും? ആകപ്പാടെ ഇവിടെ വരുമ്പോൾ വായിക്കാൻ സാധ്യതയുള്ള ഒരു സങ്കീർത്തനം. ഹല്ലേലൂയ. പിന്നെ പോയാൽ പേടി വരുന്ന ദിവസത്തിൽ മാത്രം ഒരു പ്രാർത്ഥന, അതിനുവേണ്ടി ബൈബിൾ തുറക്കുന്നു, അല്ലെങ്കിൽ തലയണയുടെ അടിയിൽ. ഹല്ലേലൂയ. അങ്ങനെ വെച്ചോണ്ടിരുന്നാൽ നമുക്ക് ഈ പേരുകളൊന്നും നമുക്ക് സവിസ്തരം മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കണം. എന്ത് ചെയ്യണം? ഇതിൻ്റെ ആത്മീയ അംശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറണമെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു അധ്യായം വെച്ചെങ്കിലും അവന് വായിക്കാൻ ശ്രമിക്കണം. വായിച്ചു പോയാൽ പോരാ, അതിലെ ആത്മീയ മർമ്മങ്ങൾ കിട്ടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം. ഹല്ലേലൂയ. സുറഫൊനിക്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ, സുറഫൊനിക്യ ജാതിയിലുള്ള സ്ത്രീ എന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുറഫൊനിക്യ ജാതിയിലുള്ള സ്ത്രീ. അവൾ വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അവളെക്കുറിച്ച് പറയുന്നത് അവൾ ഗ്രീക്ക് ലേഡി എന്നാണ് പറയുന്നത്. അവൾ എവിടെ ലേഡിയ? ഗ്രീക്ക് ലേഡിയാണ്.
അവളെ കുറിച്ച് പറയുന്നത് എന്താ? യവന സ്ത്രീ എന്നാ പറയുന്നത്. യവന സ്ത്രീ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ലേഡി എന്നാണ്. അപ്പൊ ഗ്രീക്കിലെ സ്ത്രീയാണ് അവൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവൾ യേശുവിന്റെ അടുക്കലേക്ക് വരിക. യേശു എവിടെ ഇരിക്കുമ്പോഴെന്നറിയാമോ? യേശു സോരിന്റെ അതിർനാട്ടിൽ ഒരു വീട്ടിലിരിക്കുമ്പോൾ. എവിടെയാ യേശു? ആ വാക്യങ്ങളൊക്കെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ്, അതൊന്നും എടുത്തു വായിപ്പിക്കാൻ സമയമില്ലാത്തത്. അവൻ സോരിന്റെ അതിർനാട്ടിൽ ഒരു വീട്ടിലിരിക്കുമ്പോൾ അവിടെ സുറഫോനിക്ക സ്ത്രീ വന്നു. സുറഫോനിക്ക ജാതിയിലുള്ള ഒരു സ്ത്രീ വന്നു. അവൾ എവിടെ നിന്നാണ് വരുന്നത്? അവളെ ആരാണ്? യവന സ്ത്രീയാണ്. ഈ യവന സ്ത്രീ ഗ്രീക്കിലേടി എവിടെ നിന്നായിരിക്കും വന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു. ഈ 3 സ്ഥലങ്ങളിൽ എവിടെ നിന്നായിരിക്കും ഈ യവന സ്ത്രീ വന്നത്? പറഞ്ഞേ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ബുദ്ധി ഒന്ന് പ്രയോഗിച്ച്. സോരിൽ നിന്നാണോ ആ സ്ത്രീ വന്നത്? എന്താ കാരണം? സോര് ലെബാനോനിന്റെ ഭാഗമാണ്. സോര് ലെബാനോനിന്റെ ഭാഗമാണ്. സീദോനും ലെബാനോനിന്റെ ഭാഗം. പിന്നെ തെക്കപ്പൊലി ദേശം എന്ന് പറയുന്നത് ഏത് പട്ടണങ്ങളെന്നാണ് ഞാൻ പറഞ്ഞത്? ഗ്രീക്കിലെ 10 പട്ടണങ്ങളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവൾ എവിടെ നിന്ന് വന്നതാണ്? തെക്കപ്പൊലി ദേശത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഈ തെക്കപ്പൊലി ദേശത്തിലെ 10 പ്രമുഖ പട്ടണങ്ങളിൽ എവിടെ നിന്നോ ആണ് അവൾ ഓടി വരുന്നത്. ഹല്ലേലൂയ. എവിടേക്ക് ഓടി വരുന്നത്? ഒത്തിരി കിലോമീറ്ററുകൾ താണ്ടി സോരിന്റെ അതിർനാട്ടിലെ വീട്ടിലാണ് വരുന്നത്. അവിടെ യേശു കർത്താവിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവൾ അതീവ താല്പര്യത്തോടു കൂടിയാണ് ഓടി വരുന്നത്. ഓടി വന്ന് യേശുവിന്റെ കാൽക്കീഴിൽ വീണിട്ട് യേശുവിനോട് പറഞ്ഞു, റബ്ബി, ഗുരു, നീ എൻ്റെ മകൾക്ക് സൗഖ്യം വരുത്തി കൊടുക്കണം. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുകയാണ്. അവളുടെ ദുരാത്മാവ് നീ ഒന്ന് ആമേൻ ഒഴിപ്പിച്ചു കൊടുക്കണം. നീ ഒന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ ഒന്ന് തുറണം. ഹല്ലേലൂയ. അവൾ പറഞ്ഞ ഉടനെ യേശു കർത്താവ് പറഞ്ഞ വാക്യം നിങ്ങൾക്ക് അവൻ പരിചിതമാണ് എന്ന് എനിക്ക് തോന്നുന്നു. വാക്യം എന്താണ്? മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല എന്നൊരു വാക്യം പറഞ്ഞു. ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ, പിന്നീടല്ലേ നായ്ക്കുട്ടികൾക്ക്. അവൻ അങ്ങനെ ഒരു വാക്യം പറഞ്ഞു. ഇതിനെപ്പറ്റി പല ആവർത്തി ക്രൈസ്തവ മേഖലയിൽ ഡിബേറ്റ് നടന്ന ഒരു വാക്യമാണ്. ഇതിനെക്കുറിച്ച് ആർഗ്യുമെന്റ് നടന്ന ഒരു വാക്യമാണ്. ഇതിനെക്കുറിച്ച് സംവാദം നടന്ന ഒരു വാക്യമാണ്. ഹല്ലേലൂയ. ഏത് വാക്യം? മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക്. എന്താ സംവാദത്തിലും ഈ ഡിബേറ്റിലൊക്കെ എടുത്തു പറയത്തക്ക കാര്യം എന്തെന്നറിയാമോ? യേശു അത് ചെയ്തത് ശരിയായി. യേശു ചെയ്തത് ശരിയായി. കാരണം അവരൊക്കെ പറഞ്ഞൊഴിഞ്ഞു വെച്ചത് സുറഫോനിക്ക ജാതിയിലുള്ള ഒരു സ്ത്രീയാണ് വന്നത് എന്നാണ്. ഹല്ലേലൂയ. സുറഫോനിക്ക ജാതിയിലുള്ള ഒരു സ്ത്രീയാണ് വന്നത്. അപ്പോൾ സുറഫോനിക്ക ജാതി, അവിടെ ജാതിയാണ് വിഷയം. എന്താ? അവിടെ ജാതിയാണ് വിഷയം. അപ്പൊ സുറഫോനിക്ക ജാതിയിലുള്ള ഒരു സ്ത്രീ വന്ന യേശുവിന്റെ കാൽക്കീഴിൽ വീണു. ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്തോ പറഞ്ഞു? മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന ഉചിതമല്ല. അന്ന് കേട്ടു നിന്ന പലരും ചിന്തിച്ചു അവൻ ജാതി അധിക്ഷേപം നടത്തിയതാണ്. കാരണം സുറഫോനിക്ക ജാതിയിലുള്ള അവൾ ചെന്ന് കാര്യം ബോധിപ്പിച്ചപ്പോൾ അവളോട് പറഞ്ഞു, ആമേൻ, നിന്റെ ജാതി മുഴുവൻ നായ്ക്ക് സമമാണ് എന്ന് പറഞ്ഞതായിട്ട് ആളുകൾ ചിത്രീകരിച്ചു. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? എന്താ? ഒരു ജാതിയെ മുഴുവൻ അവൻ എന്തു പറഞ്ഞു? നായ്ക്ക് സമമായിട്ട് കണ്ടു എന്ന്. അതാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദൈവമക്കളെ, ഇതാണോ ഇതിനകത്തെ അർത്ഥം? അല്ല. ഇതിനകത്തെ ആത്മീയ അർത്ഥം എന്താണെന്നറിയാമോ? യേശു മക്കളായി അന്നത്തെ കാലഘട്ടത്തിൽ കണ്ടത് ആരെയാണെന്നറിയാമോ? ആരെയാണ്? പറഞ്ഞു ആരെയാ? മറുപടി പറഞ്ഞുകൊണ്ടൊന്ന് പറഞ്ഞേ. ആരെയാ? യഹൂദന്മാരെയോ? അല്ല. യേശു മക്കളായിട്ട് ആ കാലഘട്ടത്തിൽ കണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ ഗലീലയിലെ ജനങ്ങളെ. ഹല്ലേലൂയ. ആരെയാ? ഗലീലക്കാരെയാണ് യേശു മക്കൾക്ക് സമമായിട്ട് കണ്ടത്. എന്താ ഗലീലക്കാരെ മക്കൾക്ക് സമമായിട്ട് കാണാൻ കാരണം? എന്താ ദൈവമക്കളെ ഗലീലക്കാരെ മക്കളായിട്ട് കാണാൻ കാരണം? ശ്രദ്ധിച്ചോണേ. ഗലീലക്കാരെ മക്കളായിട്ട് കാണാൻ കാരണം അവൻ തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഗലീലയിൽ കാലെടുത്തു വെക്കുമ്പോൾ കൂടെ നടക്കാൻ അന്ന് മുതൽ ഒരു വലിയ പുരുഷാരം കൂടെ ഉണ്ടായി.
ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഒലിവുമലയിലേക്ക് കയറിപ്പോയാൽ കൂടെ കയറാൻ ആരുണ്ട്? ഒരു വലിയ പുരുഷാരൻ ഗലീലയിൽ നിന്നുണ്ട്. യേശു കർത്താവ് അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ കൂടെ ഇറങ്ങി വരാൻ ഒരു വലിയ പുരുഷാരം അവന്റെ കൂടെയുണ്ട്. അവൻ എരിഹോ വീഥിക്കരികിലൂടെ സഞ്ചരിച്ചപ്പോൾ അവന്റെ കൂടെ നടക്കാൻ പുരുഷാരൻ. അവൻ ബെഥാനിയയിലൂടെ സഞ്ചരിച്ചപ്പോൾ അവന്റെ കൂടെ നടക്കാൻ പുരുഷാരൻ. അവൻ ഗദരദേശത്ത് പോയപ്പോൾ അവന്റെ കൂടെ നടക്കാൻ പുരുഷാരൻ. അവൻ പടകിൽ കയറിയിരിക്കുമ്പോൾ അവന്റെ ചുറ്റും കൂടി നിൽക്കാൻ പുരുഷാരൻ. അവൻ പടകിൽ കയറി ഇരുന്നിട്ട് അക്കരയ്ക്ക് പോകാൻ തുടങ്ങുമ്പോൾ കരയിൽ കൂടെ ഓടി നടന്ന് സുവിശേഷം കേൾക്കാൻ ഒരു വിഭാഗം. അതാരാ? ഗലീലക്കാരൻ. അവൻ സുവിശേഷത്തിന് വേണ്ടി ഇത്രയും ആർത്തിയോടെ ഇരിക്കുന്ന ഈ വിഭാഗത്തെ അവൻ എന്തായി കണ്ടു? സുവിശേഷം വേണമെന്നുള്ള ഗലീലക്കാരെ അവൻ മക്കളായി കണ്ടു. സുവിശേഷം വേണ്ടാത്ത ഗ്രീക്ക് പാരമ്പര്യമുള്ള ഇവരെ എന്തായി കണ്ടു? ഹല്ലേലൂയ. മനസ്സിലായില്ല? ഗ്രീക്ക് പാരമ്പര്യം എന്താ? ഗ്രീക്ക് പാരമ്പര്യം പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഹിസ്റ്ററി പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ആമേൻ. എന്താ ഗ്രീക്കിന്റെ പാരമ്പര്യം? എന്താ ഗ്രീക്കിന്റെ പാരമ്പര്യം? അറിയാമോ? ഗ്രീക്ക് പാരമ്പര്യം എന്ന് പറയുന്നത് ദേവന്മാരെയും ദേവിമാരെയും ആരാധിച്ചു വെച്ചാരാധിക്കുന്ന ആ പാരമ്പര്യമാണ് ആർക്കുള്ളത്? ഗ്രീക്കിനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീക്ക് എന്ന് പറയുമ്പോൾ ദേവന്മാരെയും ദേവിമാരെയും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ പ്രത്യക്ഷത്തിലുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ജനുവരി മാസം അല്ലേ? ജനുവരി മാസം. ഈ ജനുവരി മാസം എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാം? ജാനസ് എന്ന് പറയുന്ന ഗ്രീക്ക് ദേവന്റെ കൺസെപ്റ്റിൽ നിന്നാണ് ജനുവരി മാസം ഉണ്ടായത്. ജാനസ് എന്ന് പറയുന്ന ഗ്രീക്ക് ദേവൻ. ജാനസ് ദേവന്റെ പ്രത്യേകത എന്താ? ജാനസ് ദേവന് മുമ്പിലും കണ്ണുണ്ട്, പുറകിലും കണ്ണുകളുണ്ട്. ഹല്ലേലൂയ. മുൻവശത്തും കണ്ണുണ്ട്, പുറകുവശത്തും കണ്ണുണ്ട്. ഇതാണ് ജാനസ് ദേവന്റെ പ്രത്യേകത. അതുകൊണ്ട് ഒരു വർഷത്തിന്റെ ആരംഭത്തിലേക്ക് ഒരു മാസത്തെ പ്ലേസ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഒരു മാസത്തെ പ്ലേസ് ചെയ്യുമ്പോൾ അവർ ചിന്തിച്ചു ജാനസ് ദേവന്റെ പേരിൽ ഇത് അറിയപ്പെടണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ജാനസ് ദേവന്റെ പേരിൽ ഇത് അറിയപ്പെടണം. എന്തിനാ? അതായത് ഒരു മാസം, ഈ ആദ്യ മാസം ഇതാകുമ്പോൾ ജാനസ് ദേവന്റെ പേരിട്ടാൽ, കാരണം അതിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാകും. പോയ വർഷത്തെ കാണാനും പുതിയ വർഷത്തെ കാണാനും ഒരുപോലെ കഴിയുന്ന ഒരവസ്ഥയാണ് ഇത്. മനസ്സിലാവുന്നുണ്ടോ? പോയ വർഷത്തെ ഇപ്പൊ 2024 പോയി, അതിനെ കാണാൻ പുറകിൽ ഒരു കണ്ണ് വേണം. മുമ്പിലുള്ള 2025 കാണാൻ ഒരു കണ്ണ് വേണം. അങ്ങനെയുള്ള കൺസെപ്റ്റിലാണ് ഏത് മാസം ക്രമീകരിച്ചിരിക്കുന്നത്? ജനുവരി മാസം ക്രമീകരിച്ച്. ഇതൊക്കെ ദേവന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാ. ഗ്രീക്ക് ദേവന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാ. ശ്രദ്ധിച്ചുകൊണ്ടേ ദൈവമക്കളെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. ആമേൻ. ഈ പാരമ്പര്യമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് കർത്താവ് തമ്പുരാൻ ചിന്തിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ: സുവിശേഷം വേണമെന്നുള്ള എന്റെ മക്കൾക്ക് കൊടുക്കാനുള്ള അത്ഭുതമാണ് എൻ്റെ കയ്യിലുള്ളത്. ഹല്ലേലൂയ. സുവിശേഷം വേണ്ടാത്ത ഗ്രീക്ക് പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നിങ്ങൾക്ക് ഗ്രീക്കിലെ 10 പ്രമുഖ പട്ടണങ്ങൾക്കും ഈ ദക്കപ്പൊലി ദേശത്തിനും തരാനുള്ളതല്ല എൻ്റെ അത്ഭുതം. മനസ്സിലാവുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു ദൂത് കൂടെ ഏറ്റെടുത്തോ. നിങ്ങൾക്ക് സുവിശേഷം വേണമെങ്കിൽ നിന്റെ വീട്ടിനകത്ത് അത്ഭുതമുണ്ടാകും. ഹല്ലേലൂയ. സുവിശേഷം വേണമെങ്കിൽ നിന്റെ വീട്ടിനകത്ത് യേശു തമ്പുരാൻ അത്ഭുതം ചെയ്യും. നിനക്ക് സുവിശേഷം വേണ്ടെങ്കിൽ യേശു തമ്പുരാൻ എന്ത് ചെയ്യും? അവൻ അത്ഭുതം നടത്തുകയില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഉറക്കെ ഒന്ന് ഹല്ലേലൂയ പറയും. അപ്പൊ നിങ്ങളുടെ കയ്യും കൂടെ ഉയരത്തില്ലെന്ന് ഞാൻ ഇപ്പോഴാണ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം പറയാതെ പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് അതും കൂടെ അത് പറയും. ഹല്ലേലൂയ. ഈ ശരീരത്തിലെ സന്തുലനാവസ്ഥയുണ്ട്. നിങ്ങൾക്കറിയാമോ ശരീരത്തിലെ സന്തുലനാവസ്ഥ? എന്താ സന്തുലനാവസ്ഥ എന്ന് പറയുന്നത്? ബാലൻസിങ് എന്ന് പറയുന്നത് അല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ബാലൻസ് ചെയ്യുന്നത്? ബ്ലഡ് പ്രഷർ, BP എന്ന് നമ്മൾ പറയും അല്ലേ? ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? അതിൻ്റെ നോർമൽ റേറ്റ് എത്രയാണ്? പറഞ്ഞു. നോർമൽ റേറ്റ് എത്രയാണ്? 80-120. എത്രയാണ്? 80-120. ഈ 80-120 എന്ന് പറയുന്ന നോർമൽ റേറ്റ്, അതിൽ നിന്ന് താഴോട്ടൊത്തിരി പോയാൽ, അതിൽ നിന്ന് മേലോട്ടൊത്തിരി പോയാൽ എന്ത് ചെയ്യും?
നമുക്ക് പക്ഷാഘാതമുണ്ട്, അല്ലേ? പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷത്തിന് ആഘാതം സംഭവിക്കുന്ന അർത്ഥം. ഹല്ലേലൂയ. നമ്മുടെ നെടുകിലെ പിളർന്നാൽ ഈ രണ്ട് പക്ഷമുണ്ട്, ആ ഒരു പക്ഷത്തിന് ഏതെങ്കിലും ഒരു പക്ഷത്തിന് ആഘാതം സംഭവിക്കും. അതിനെയാണ് നമ്മൾ ആംഗലേയ ഭാഷയിൽ എന്ത് പറയും? സ്ട്രോക്ക് എന്ന് പറയുന്നു. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എത്രയോ പേർക്ക് പക്ഷാഘാതം വന്ന് ആമേൻ അവരിന്നൊക്കെ കിടക്കയിൽ കിടന്നുകൊണ്ട് നാവ് നനക്കാൻ പറ്റാതെ, അവൻ സംസാരിക്കാൻ പറ്റാതെ, നാവ് കുഴഞ്ഞ് അവർ വാക്കുകൾ അവൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ പോലും, ആഹാരം വേണമെന്നും വെള്ളം വേണമെന്നും ഒക്കെ പറയാൻ പോലും നാവ് കുഴഞ്ഞ അവസ്ഥയിൽ പറയാൻ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്കിതൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഇന്ന് പകൽ മുതൽ ഈ നിമിഷം വരെ കർത്താവിൻ്റെ കരവലയത്തിനുള്ളിൽ സൂക്ഷിച്ച നിങ്ങളുടെ ശരീരത്തിലെ സർവ കാര്യങ്ങളും സന്തുലനാവസ്ഥയിൽ നിർത്തി നിങ്ങളെ ഇന്ന് രാത്രിയിൽ ആമേൻ ആരോഗ്യത്തോടെ ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്കൊന്ന് വായി തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അൻപേ പരാജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പക്ഷാഘാതം സംഭവിച്ച ഒത്തിരി പേർക്ക് ഇന്ന് എന്ത് പറ്റുന്നില്ല? കൈ ഉയർത്താൻ പറ്റുന്നില്ല. അവരൊക്കെ ആ കിടക്കെ കുറവുണ്ട് വിചാരിക്കുക, കൈ ഉയർത്തിയിരുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാൻ. ഹല്ലേലൂയ. ആ സമയത്ത് നിനക്ക് ഉയർത്താൻ രാവിലെ മുതൽ ഈ കൈ ഉയർത്തി ആവശ്യത്തിനും അനാവശ്യത്തിനും കൈ ഉയർത്താൻ നിനക്ക് അവസരം തന്നു രാവിലെ മുതൽ ഇതുവരെ. പക്ഷെ ദൈവാലയത്തിൽ വന്നപ്പോൾ നിന്റെ കൈ ഉയർത്തില്ലെങ്കിൽ ആമേൻ, സ്വതം ഇത് അട്ടർലി ഫെയിലുവറാണ്. ഹല്ലേലൂയ. ഇതെന്താ? ഇത് മഹാപരാജയം. രാത്രി കൈക്ക് കുഴപ്പമില്ലാത്ത, ശരീരത്തിലെ സന്തുലനാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നിട്ടില്ലാത്ത ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ആമേൻ, സ്വതം. ഇനി ആരെങ്കിലും ഒന്ന് ഹല്ലേലൂയ ഇത് ഓർത്തോ, അപ്പൊ അറിയാതെ കഴിയുവായി. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എന്താ സംഭവിച്ചത്? തെക്കപ്പള്ളി ദേശക്കാരോട് പറഞ്ഞു, സുവിശേഷം വേണ്ടാത്ത നിനക്കുള്ളതല്ല എൻ്റെ കയ്യിലെ അത്ഭുതം, പിന്നെയോ സുവിശേഷം വേണമെന്നുള്ള ഗലീലക്കാരായ എൻ്റെ മക്കൾക്കുള്ളതാണ്. ഹല്ലേലൂയ. അത്രയുള്ള അർത്ഥം. യേശു കർത്താവ് ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ സുറഫോനിക്ക സ്ത്രീ ആമേൻ അവളുടെ വായു തുറന്ന് പറഞ്ഞതിങ്ങനെയാണ്, അല്ലയോ യജമാനനെ, അല്ലയോ ഗുരു, ആമേൻ, നായ്ക്കുട്ടികളും യജമാനന്റെ മേശപ്പുറത്തു നിന്ന് താഴേക്ക് വീഴുന്ന എച്ചിൽ കഷ്ണങ്ങൾ തിന്ന് കാലം കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അപ്പൊ നിന്റെ മക്കൾക്ക് കൊടുത്തു പോയിട്ട്, ഹല്ലേലൂയ, നീ കൊടുക്കരുതെന്ന് പറയുന്നില്ല, അവർക്കുള്ളതൊന്നും എനിക്ക് വേണ്ട. അവൻ നിന്റെ ഗലീലയിലുള്ള മക്കൾക്ക് കൊടുത്തു പോയിട്ട് ഏതെങ്കിലും ഒരു അത്ഭുതം ഉണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടി ഒന്ന് തരാം. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഗലീലക്കാർക്ക് അവകാശപ്പെട്ടതൊന്നും വേണ്ട, പക്ഷേ അവർക്ക് കൊടുത്തു പോയിട്ട് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് തരാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത് എളിമപ്പെടലിൻ്റെ അങ്ങേ അറ്റമാണ്. അവൾ പറഞ്ഞ ഉടനെ തമ്പുരാൻ പറഞ്ഞു, ഇസ്രായേലിൽ വേറെ ഒരിടത്തും ഞാൻ ഇതുപോലൊരു വിശ്വാസത്തെ കണ്ടിട്ടില്ല. ഇന്ന് രാത്രിയിൽ സുവിശേഷം വേണമെന്നുള്ള ദൈവവേദന നീ എന്നെ കർത്താവിൻ്റെ മുമ്പിൽ നിന്നൊക്കെ അപേക്ഷിച്ചാൽ തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും. ഹല്ലേലൂയ. അങ്ങനെ യേശു കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഗലീലക്കടൽ പുറപ്പെട്ട് സോരിലും സീദോനിലും തെക്കപ്പള്ളി ദേശത്തിലും ഒക്കെ നടന്നിട്ട് ആമേൻ അവിടെയൊന്നും സുവിശേഷം വേണ്ടാത്തതുകൊണ്ട് മടങ്ങിപ്പോരാൻ നിൽക്കുന്ന സമയത്ത് ഒരത്ഭുതം ചെയ്തു. സുറഫോനിക്ക സ്ത്രീക്ക് എന്ത് ചെയ്തു? ആമേൻ ഒരു അത്ഭുതം ചെയ്തു കൊടുത്തു, തൻ്റെ മകൾക്ക് സൗഖ്യം വരുത്തി കൊടുത്തു. ആ ഒരു അത്ഭുതമേ ചെയ്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, യേശു തമ്പുരാൻ അത്ഭുതം ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ ചെയ്യാത്തത്? ആണോ? അല്ലല്ല. ഇന്ന് രാത്രി എനിക്കറിയാം, സാജൻ ജോണിന്റെ പ്രസംഗത്തിനേക്കാൾ ഇവിടെ ഒരു മാജിക് ഷോ വെച്ചിരുന്നെങ്കിൽ ആള് കൂടുമായിരുന്നു. ആണോ? ഇത് യുവജന വാരം എന്നാണ് നിങ്ങൾ പറഞ്ഞത്, പിന്നെന്താ അല്ലേ? എത്ര കുടുംബമുണ്ട് ഇവിടെ? ഈ സഭയിൽ എത്ര കുടുംബമുണ്ട് വെച്ചാൽ 34 കുടുംബമുണ്ട്. ഈ 34നും കൂടെ ഈ അരമുറി യുവജനം ഇവിടെ വന്നിരുന്നെങ്കിൽ എത്ര യുവജനം ഇവിടെ കാണും? യുവജന വാരത്തിൽ അല്ല, യുവജന വാരം നിങ്ങൾ ഒന്നിനെ കൊണ്ടുവരണം. ഒരു അരമുറി യുവജനത്തെ ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എത്ര 34 എത്ര യുവജനം ഇവിടെ കാണുമായിരുന്നു?
അല്ലേ? ആർക്കും വേണ്ട ഇത്. പ്രൈസ് മനസ്സിലാവുന്നുണ്ടോ? 34 അരമുറി യുവജനം വന്നാൽ എത്ര വരും? 34 പകുതി എന്ന് പറഞ്ഞു. 17 യുവജനങ്ങളെങ്കിലും ഇവിടെ കാണുന്നു. ഉണ്ടോ? ഇനി പെണ്ണാണെന്ന് നിൽക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് മനസ്സിലാവുന്നത് ദൈവമക്കളെ. ആമേൻ. ഇന്ന് ഇവിടെ മാജിക് ഷോ ആയിരുന്നെങ്കിൽ 34 പകല് 68 ഇവിടെ വരുമായിരുന്നു. ഹല്ലേലൂയ. മാജിക് ഷോ ആയിരുന്നു 34 പകരം 68 പേര് ഇവിടെ ഉണ്ടാവുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അങ്ങനെ ഇവിടെ മാജിക് ഷോ നടക്കുമ്പം അച്ഛൻ പറയും, ഹല്ലേലൂയ, നിങ്ങളുടെ ശുശ്രൂഷ എനിക്ക് പറയും, മാജിക് ഷോ ഒക്കെ തീർന്നു. ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാജിക് ഷോ അവസാനിച്ചു. അല്ലേ? ഇവിടെ തിക്കും തിരക്കൊക്കെ ഭയങ്കര ആളാണ്. മാജിക് ഷോ അവസാനിച്ചപ്പോൾ അച്ഛൻ ഓടി വന്ന് പറഞ്ഞു, അയ്യോ സഹോദര, ഈ കുറച്ച് സമയം കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാമോ? കുറച്ച് അല്പസമയം കൂടെ. കാരണം പിള്ളേർ അടുത്ത പരിപാടി ഡാൻസാണ്. പിള്ളേർ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അല്പസമയം കൂടെ എന്തെങ്കിലും ഒരു 2-3 ഐറ്റം കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ആ മാജിക്കുകാരൻ പറയുന്ന, അല്ലെങ്കിൽ മജീഷ്യൻ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. എന്താ പറയുക? അയ്യോ, ഞാൻ ഈ 2.5 മണിക്കൂർ സെറ്റ് ചെയ്താൽ ഇനി അങ്ങോട്ട് ഐറ്റം ഇല്ല ചെയ്യാൻ. അല്ലേ? 2.5 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റമേ എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, യേശു കർത്താവ് സോരിലും സീദോനിലും തെക്കപ്പൊലി ദേശത്തിലും ഒരത്ഭുതം മാത്രം ചെയ്ത് മടങ്ങിപ്പോകുന്നത് അവൻ്റെ ഐറ്റം തീർന്നു പോയതുകൊണ്ടാണ്? അത്ഭുതത്തിൻ്റെ ഐറ്റം തീർന്നതുകൊണ്ടാണോ? അല്ല. പിന്നെന്താ അതിൻ്റെ പിന്നിലെ രഹസ്യം? അവർക്ക് സുവിശേഷം വേണ്ട. സുവിശേഷം വേണ്ടാത്തവർക്ക് ചെയ്യാൻ എൻ്റെ കയ്യിൽ അത്ഭുതമില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് സുവിശേഷം വേണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് സുവിശേഷം വേണമെങ്കിൽ അവൻ അത്ഭുതത്തെ തരും. യേശു കർത്താവ് അങ്ങനെ എന്ത് ചെയ്തു? സോരിന്റെ അതിർവിട്ട് ബാക്കി വാക്യം നിങ്ങൾ പറയും. അവൻ വീണ്ടും ഇപ്പം മനസ്സിലായില്ലേ? നിങ്ങളെ കൊണ്ട് ഈ വാക്യം പഠിപ്പിച്ചിരിക്കുന്ന കാര്യം മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഒന്ന് വാക്യം പറഞ്ഞേ. ഗലീല കടൽ പുറത്തുമാണ്. ആമേൻ. ഇനിയാണ് ബഹുവിശേഷം. ഇപ്പൊ അവൻ എവിടെ വന്നു? ഗലീല കടൽപ്പുറത്ത് വന്നു. ഇനിയാണ് ബഹുവിശേഷം. ഈ ബഹുവിശേഷം എന്തെന്നറിയണമെങ്കിൽ ഒരു വാക്യം കൂടെ വായിക്കണം. ഒന്ന് വായിച്ച് മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം കൂടെ വായിക്കണം. മത്തായി സുവിശേഷം 11:20. വായിച്ചേ, ഉറക്കെ വായിച്ചേ. മത്തായി സുവിശേഷം 11:20. പിന്നെ അവൻ എന്താ? പിന്നെ ഏത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഗലീല കടൽപ്പുറത്ത് വന്നിട്ട് പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഗലീലയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 1.5 വർഷം ഉണ്ടായിരുന്നു, അല്ലേ? എന്നിട്ടാണ് എവിടേക്ക് പോയത്? സോരിലും സീദോനിലും തെക്കപ്പൊലി ദേശത്തിലേക്ക് ഒക്കെ പോയത്. അപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ, കഴിഞ്ഞ 1.5 വർഷം ശുശ്രൂഷ ചെയ്തപ്പോൾ തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ, മിക്കതും എന്ന് പറഞ്ഞാൽ കൂടുതലും, അല്ലേ? എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഗലീല കടൽപ്പുറത്തും അനുബന്ധ പ്രദേശങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് 100 അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 85 എണ്ണവും ഈ 2 പട്ടണങ്ങളിലാണ് നടന്നത്. അവൻ്റെ വീര്യപ്രവർത്തികളിൽ മിക്കതും നടന്ന പട്ടണങ്ങൾ 2 എണ്ണം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ നടന്ന പട്ടണങ്ങൾ 2 എണ്ണം ഉണ്ടായിരുന്നു. ആ പട്ടണങ്ങൾ എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് ആ 2 പട്ടണങ്ങളെയും അവൻ ശാസിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ആ 2 പട്ടണങ്ങളെയും അവൻ ശാസിച്ചു തുടങ്ങി. ആ പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് അവൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് അവയെ ശാസിച്ചു തുടങ്ങി എന്ന് പറയുന്ന 2 പട്ടണത്തിന്റെ പേരൊന്ന് വായിച്ച് അടുത്ത വാക്യം.
കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബത്സയിദയെ നിനക്ക് ഹാ കഷ്ടം. എന്താ പറയുന്നത്? കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബത്സയിദയെ നിനക്ക് ഹാ കഷ്ടം. അപ്പൊ പേര് മനസ്സിലായല്ലോ. ആരാ ഈ ഇത്രയും അത്ഭുതങ്ങൾ കണ്ടിട്ടും മാനസാന്തരപ്പെടാത്ത രണ്ട് പട്ടണങ്ങൾ ഏതാ? കോരസീനും ബത്സയിദയും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ അച്ഛനെ എത്ര നാൾ ഇവിടെ ഇരുത്തും? ഇതെന്തിനാ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് വരും. നിങ്ങൾ പറഞ്ഞ് എന്തിനാ അങ്ങോട്ട് വരും? നിങ്ങൾ 5 വർഷം ഇരിക്കും. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ കണ്ണീരും കൈയോടും കൂടി അച്ഛന് കുറേയേറെ സമ്മാനങ്ങൾ കൊടുത്ത്, അത് കൊടുത്തേ പറഞ്ഞേക്കാം കേട്ടോ. ഏറെ സമ്മാനങ്ങളും കൊടുത്ത് നിങ്ങളുടെ ശുശ്രൂഷ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കൊണ്ടുവന്ന് മറ്റൊരിടത്തേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ശുശ്രൂഷകൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുള്ളത് ചില പ്രത്യേക കാര്യങ്ങൾക്കേ ഉള്ളൂ. ഒന്നുകിൽ ആരെങ്കിലും മരിക്കണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കല്യാണം നടക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷിക്കപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് നടക്കണം, അല്ലെങ്കിൽ ഇതുപോലൊരു കൺവെൻഷൻ അധ്യക്ഷനായിട്ടോ ഉദ്ഘാടകനായിട്ടോ പ്രസംഗകനായിട്ടോ വിളിക്കണം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലെ അച്ഛന് വരാൻ പറ്റൂ. എപ്പോഴെപ്പോഴും കയറി വരാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അച്ഛൻ വരേണ്ടി വന്ന ഒരു സാഹചര്യം വന്നാൽ അച്ഛൻ എവിടെ വന്നിറങ്ങും? നിങ്ങളുടെ ശുശ്രൂഷകൻ എവിടെ വന്നിറങ്ങും? 5 ജംഗ്ഷനിൽ വന്നിറങ്ങും. ഇറങ്ങുമ്പോൾ കുറെ ഒരു 5 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് ഇരിക്കട്ടെ. വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു വല്ലാത്ത ഒരു സന്തോഷം ഉണ്ടാകും. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇനി പോകാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? 5 ജംഗ്ഷനിൽ വന്നിറങ്ങുമ്പോഴേ ഈ നാടാരുകോണം സഭയിലുള്ള ഒരാളെ അവിടെ വെച്ച് കാണും. അങ്ങനെ ഒരാളെ കണ്ടാൽ അവൻ പ്രിയപ്പെട്ട ദൈവദാസൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, പ്രിയപ്പെട്ട ദൈവദാസൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, അദ്ദേഹം ഇവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് സഭയ്ക്കും സുവിശേഷത്തിനും അദ്ദേഹത്തിന് ഒക്കെ പ്രയോജനപ്പെട്ട ചില കുടുംബങ്ങൾ ഇവിടെ കാണും. ഇല്ലേ? കാണുമോ? കാണും. അദ്ദേഹത്തിന് സഭയ്ക്കും സുവിശേഷത്തിനും എല്ലാം കൊള്ളാവുന്നവരായി വളരെ മെച്ചമായി പ്രവർത്തിച്ചിരുന്ന ചില കുടുംബങ്ങളൊക്കെ ഇവിടെ കാണുമല്ലോ. അവരുടെ പേര് എടുത്ത് ചോദിക്കാതിരിക്കുമോ? ചോദിക്കാതിരിക്കുമോ? നമ്മുടെ പള്ളിയുടെ അപ്പുറത്ത് 2 വീടിന് മുമ്പ് 2 വീട് കഴിഞ്ഞിരിക്കുന്ന മോഹൻ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനങ്ങ് പറയും. അല്ലേ? അവരൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്? ചോദിക്കും. ഇതുപോലെ തമ്പുരാൻ എവിടെ വന്നു? ഗലീല കടൽപ്പുറത്ത് കാലെടുത്ത് വെച്ചു. അവൻ ഗലീല കടൽപ്പുറത്ത് കാലെടുത്ത് വെച്ചപ്പോൾ പിന്നെ അവൻ സ്വത്രം എന്ത് അന്വേഷിക്കാൻ തുടങ്ങി? അവൻ ഇവിടെ വന്ന് കഴിഞ്ഞ 1.5 വർഷക്കാലത്തോളം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ച് അവൻ ഈ പറയുന്ന ഗലീല കടൽപ്പുറത്തും അനുബന്ധ പ്രദേശങ്ങളിൽ നടന്നപ്പോൾ ചില പട്ടണങ്ങളിൽ അവൻ വീര്യപ്രവൃത്തികൾ നടത്തി. ഹല്ലേലൂയ. ചില പട്ടണങ്ങളിൽ അവൻ അത്ഭുതം ചെയ്തു, അടയാളങ്ങളെ കാണിച്ചു കൊടുത്തു. അവൻ മനസ്സിലേക്ക് ഓടി വന്നു. 2 പേര് അവന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ആ പേരുകൾ ഏതാ? കോരസീനും ബത്സയിദയും. അവൻ അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, കോരസീനും ബത്സയിദയൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെ ഇരിക്കുന്നു? ഞാനിതാ ഇപ്പൊ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ ചോദിക്കുക, ഞാൻ കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നു, എങ്ങനെയുണ്ട് കോരസീനും ബത്സയിദയും എന്ന് ചോദിച്ചപ്പോൾ അവന് കിട്ടിയ മറുപടി വിപരീതമായിരുന്നു. അവന് കിട്ടിയ മറുപടി എന്താ? അവർ മാനസാന്തരപ്പെട്ടില്ല. സോരിലെ സുവിശേഷം വേണ്ട, അത് വേദന. സീദോനിലെ സുവിശേഷം വേണ്ട, അതൊരു വല്ലാത്ത മാനസിക വേദന. ദക്കപ്പള്ളി ദേശത്തിലെ 12 പട്ടണങ്ങളിലും നടന്ന് സുവിശേഷം പറഞ്ഞിട്ട് ആരെയും കേൾക്കാത്ത, 10 പട്ടണങ്ങളിലും നടന്ന് സുവിശേഷം പറഞ്ഞിട്ട് ആരെയും കേൾക്കാത്തത് കൊണ്ട് എന്താ? വല്ലാത്ത വേദന. ഹല്ലേലൂയ. ഇനിയിപ്പോൾ ഇത് പോട്ടെ എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? സോരിന്റെ അതിൽ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പള്ളി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്ന് എൻ്റെ മക്കളോട് കൂടി കുറച്ച് കാലം കഴിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് അവരെ അന്വേഷിക്കുമ്പോഴും അവിടെയും അവൻ വീര്യപ്രവൃത്തികൾ മിക്കതും ചെയ്ത പട്ടണങ്ങൾ എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. അതും ഒരു വേദന. ഹല്ലേലൂയ. സഹിക്കുമോ കർത്താവിന്? സഹിക്കുമോ? ഈ കൂടെ നടന്ന ഇപ്പം ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? ഒരു കുടുംബത്തിൽ നിന്ന് അരമുറി വന്നിരുന്നെങ്കിലും 17 തികയുമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് ക്രിസ്മസ് വരിക അല്ലേ? 1 മാസം കൂടി 1-2 മാസം കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് വരും. അന്ന് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത യുവജനങ്ങളുടെ
ഒരു സാന്നിധ്യം ചില പള്ളികളിലുണ്ടാവും. മരത്തിൽ കയറണോ കയറാം, ലൈറ്റ് കെട്ടണോ കെട്ടാം, കസേര വെക്കണം, ലൈറ്റ് എടുക്കണോ എടുക്കാം, സ്റ്റാർ എടുക്കണോ എടുക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കാരണം ഇതൊരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ വചനം കേൾക്കാൻ ആളില്ല. ആമേൻ. ഇവരൊക്കെ എന്തിനുമാണ്? ആമേൻ. ഇതുപോലെ തന്നെ പണ്ട് ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് തമ്പുരാൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ പന്തിക്ക് ഇരുത്താൻ ആളുണ്ടായിരുന്നു, പന്തിക്ക് ഇരിക്കാൻ ആളുണ്ടായിരുന്നു, വിളക്കി കൊടുക്കാൻ ആളുണ്ടായിരുന്നു. അവസാനം 12 കൂട്ടം മിച്ചം വന്നപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ ആളുണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇപ്പൊ അവരൊന്നും എവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ അവരാരും മാനസാന്തരപ്പെട്ടില്ല. അവന്റെ അത്ഭുതം കണ്ടവരാരും മാനസാന്തരപ്പെട്ടില്ല. വല്ലാത്ത വേദനയുണ്ടായി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, മാനസാന്തരപ്പെടാത്തതൊരു വലിയ തെറ്റാണ്. മാനസാന്തരപ്പെടാത്തതൊരു വലിയ തെറ്റാണ്. നിങ്ങൾ പറഞ്ഞു ദൈവമക്കളെ, നിനക്ക് രക്ഷ വേണമെങ്കിൽ എന്ത് വേണം? പറഞ്ഞേ. രക്ഷ വേണമെങ്കിൽ മാനസാന്തരം വേണം. മാനസാന്തരപ്പെട്ടവനാണ് എന്ത് കൊടുക്കുന്നത്? രക്ഷ കൊടുക്കുന്നത്. 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. 2 കാര്യം. ദൈവത്തിൽ നിന്ന് മനുഷ്യന് കിട്ടുന്ന 2 കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? 1 ദൈവത്തിന്റെ അനുഗ്രഹം. പറയാൻ പറ്റുമെങ്കിലും ഒന്ന് ഉറക്കെ പറഞ്ഞ്, ദൈവത്തിന്റെ അനുഗ്രഹം. 2 ദൈവത്തിന്റെ രക്ഷ. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ രക്ഷയുമാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യന് കിട്ടുന്ന പ്രധാനപ്പെട്ട 2 കാര്യം. അത് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളൊക്കെ പറഞ്ഞതുപോലെ, പറയാറുള്ളത് പോലെ, അപ്പൂപ്പൻ പ്രാർത്ഥിച്ചാൽ കൊച്ചുമക്കൾക്ക് കിട്ടും. കിട്ടൂലേ? ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എൻ്റെ അപ്പൂപ്പൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മച്ചി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അനുഗ്രഹം എനിക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. കിട്ടും അല്ലേ? കിട്ടും. ഈ അപ്പൂപ്പൻ പ്രാർത്ഥിച്ചാൽ തലമുറകളിലേക്ക് ദൈവിക അനുഗ്രഹം ചെയ്യും. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൂപ്പൻ പ്രാർത്ഥിച്ചാൽ തലമുറകളിലേക്ക് ദൈവിക അനുഗ്രഹം ചെയ്യും. പക്ഷേ അതേ അപ്പൂപ്പൻ പ്രാർത്ഥിച്ചാൽ തലമുറകളിലേക്ക് രക്ഷ ചെല്ലൂല. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അതേ അപ്പൂപ്പൻ പ്രാർത്ഥിച്ചാൽ തലമുറകളിലേക്ക് രക്ഷ ചെല്ലത്തില്ല. അപ്പൂപ്പൻ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടും. പക്ഷേ അപ്പൂപ്പൻ പ്രാർത്ഥിക്കുന്നതിന്റെ അക്കൗണ്ടിൽ കിട്ടുന്നതിന്റെ പേരല്ല രക്ഷ. മനസ്സിലാകുന്നുണ്ട് ദൈവമക്കളെ? അപ്പൂപ്പൻ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതല്ല രക്ഷ. ആമേൻ. നിനക്ക് രക്ഷ വേണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് രക്ഷ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നീ മാനസാന്തരപ്പെടണം. അതുകൊണ്ടാണ് ബൈബിളിൽ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ പറയുന്നുണ്ട്, repentance towards God, faith in our Lord Jesus Christ and regeneration by the Holy Spirit are necessary to salvation. Hallelujah. അത് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ദൈവത്തോടുള്ള അനുതാപം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജന്മം, ഇതാണ് മാനസാന്തരം. ഹല്ലേലൂയ. എന്തൊക്കെയാണ്? ആമേൻ. സ്തോത്രം. ദൈവത്തോടുള്ള അനുതാപം, ദൈവത്തോട് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അനുദപിക്കണം. 2 അവൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടാകണം. 3 പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കും. ഇത് 3മാണ് മാനസാന്തരത്തിന്റെ അവസ്ഥ. അവൻ ഈ മാനസാന്തരം ലഭിച്ചു കഴിഞ്ഞാൽ അവന് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? രക്ഷ കിട്ടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടുത്തെ CSI നാടാരുവണം CSI സഭയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കുക. ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയണം. രക്ഷിക്കപ്പെട്ട എത്ര ദൈവജനം ഇതിനകത്തുണ്ട്? അത് കരമുയർത്തിക്കൊന്ന് ഓർക്കാൻ. നന്നായിട്ടൊന്ന് കരമുയർത്തിക്കുക. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അങ്ങനെ ഉയർത്തി പിടിച്ചോളാം. അല്ലെങ്കിൽ ഞാൻ താഴ്ത്തരുത്. ഇനി ഒരു ചോദ്യം കൂടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട തീയതി ഒന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെട്ട തീയതി അറിയാമോ? ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ എല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്ന് പറയാം, പക്ഷേ രക്ഷിക്കപ്പെട്ട തീയതി നമുക്കറിയില്ല. ഹല്ലേലൂയ. അവൻ സാധനം രക്ഷിക്കപ്പെട്ട എന്നാന്ന് ചോദിച്ചാൽ 2006 ജൂൺ 20 ഇനി ഏത് ഉറക്കത്തിൽ നിന്നവൻ എനിക്ക് പറയും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അവൻ രക്ഷിക്കപ്പെട്ട തീയതി നമുക്കറിയണം. ചിലരൊക്കെ നമ്മൾ മറ്റ് സഭാവിഭാഗങ്ങളൊക്കെ വന്ന്
നമ്മളോടൊക്കെ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങ് വല്ലാത്ത ദേഷ്യം വരും. അല്ലെങ്കിൽ നമുക്കന്ന് വല്ലാത്ത ദേഷ്യം വരും. രക്ഷിക്കപ്പെട്ടവർ ഇവരെന്തിനാ രക്ഷിക്കപ്പെട്ടവരാണോ ചോദിക്കുന്നത് എന്നൊരു ദേഷ്യം. അത് നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, അവിടെ കഥ തീർന്നില്ലേ? ഹല്ലേലൂയ. നീ രക്ഷിക്കപ്പെട്ട ദൈവമേലാണെങ്കിൽ അവിടെ പറയുമ്പോൾ അങ്ങ് തീർന്നില്ലേ? അതെ, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവം. ആ, എന്നാ രക്ഷിക്കപ്പെട്ടത്? ആ ദൈവം കൂടെ പറഞ്ഞാൽ തീർന്നില്ലേ കാര്യം? ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവർക്കാണ് ഒരു വിഷമം ഉള്ളിൽ വന്നിട്ട് ഒരു ദേഷ്യമൊക്കെ ഇങ്ങനെ തികട്ടി വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളൊരു സഭയാണോ? നിങ്ങളൊരു സഭയാണോ? ദൈവമക്കളെ, നിങ്ങളൊരു സഭയാണോ? ആണ്. ഏത് സഭയാണ്? ഏത് സഭയാണ്? ഏത് സഭയാണ്? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അല്ലേ? ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, സഭ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? സഭ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം എന്നാണ്. ഹല്ലേലൂയ. സഭ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ്, അല്ലാതെ പെറ്റുപെരുകുന്നവരുടെ കൂട്ടമല്ല സഭ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഈ നാടാരുകോണം CSI സഭയുടെ ഒരു 50 വർഷം കഴിഞ്ഞുള്ള ഭാവിയെക്കുറിച്ച് നിങ്ങളോട് ഒഴിവാക്കി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വേണ്ട ഇവിടെ മുൻനിരയിലിരിക്കുന്ന ആൺകുട്ടികളെ ഇങ്ങനെ നോക്കും. ഹല്ലേലൂയ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ആമേൻ. 50 വർഷം കഴിഞ്ഞുള്ള നാടാരുകോണം CSI സഭയുടെ ഭാവി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ആ കൊച്ചു പയ്യന്മാരിലേക്ക് നോക്കിയാൽ 1 2 3 4 5 6 7 8 10 10 പേരെ എണ്ണീറ്റ് പറയും. 10 അവന്മാർ കല്യാണം കഴിച്ചോണ്ട് 2 പിള്ളേർ വെച്ച് 10 പൈറ്റ് 2 20 അല്ലേ? നമ്മുടെ ചിന്ത പോക്ക് നോക്കിക്കോണേ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഭാവി എഴുതി വയ്ക്കും. അവർക്കെല്ലാവർക്കും കൂടെ 20 മക്കൾ, അതിൽ 10 ആൺമക്കൾ. അവർ കല്യാണം കഴിക്കുന്ന ഈ 50 വർഷം കഴിയുമ്പോൾ ഒരു 40, ഇപ്പം 34 എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 64 സഭ, 64 കുടുംബം എന്നുണ്ടാവും. 50 വർഷം കഴിയുമ്പോൾ ഉണ്ടാവും. അതാണ് നമ്മൾ കാണാറുള്ള സഭയുടെ ഭാവി. അതാണോ സഭ? അല്ല. പെറ്റു പെരുകുന്നവരുടെ കൂട്ടത്തിന് പറയുന്ന പേരല്ല സഭ. പിന്നെയോ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിന് പറയുന്ന പേരാ സഭ. അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ 5 പേര് കര ഉയർത്തി. ഹല്ലേലൂയ. സഭ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 15 വർഷമായി. ഈ 15 വർഷം കൊണ്ട് 5 പേരെങ്കിൽ 30 വർഷമാകുമ്പോൾ 10 പേര് രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ മതിയോ ദൈവമക്കളെ? പോരാ. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ അവൻ മണവാട്ടി സഭയോടുകൂടെ നമ്മൾ എഴുന്നേക്കട്ടെ. ഹല്ലേലൂയ. അതിനൊരു യോഗ്യത നമുക്ക് വേണ്ടേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ആ കർത്താവിൻ്റെ രക്ഷ എന്ന പദവി നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം, അതിലൊരു ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യത്തിലൊന്ന് തീർന്നു. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, എന്താ ദൈവമക്കളെ കോരസീനും ബത്സയിദയും മാനസാന്തരപ്പെടാത്തത്? എന്താ കോരസീനും ബത്സയിദയും ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും കോരസീനും ബത്സയിദയും മാനസാന്തരപ്പെടാത്തത്? വല്ല ഐഡിയ ഉണ്ടോ? കേട്ടോ? അവരൊത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് എവിടെ ചെയ്തു? കോരസീനിലും ബത്സയിദയിലും ചെയ്തു. പക്ഷേ കോരസീനുകാർക്ക്, ബത്സയിദക്കാർക്ക് ഇതൊരു വലിയ അത്ഭുതമായി തോന്നിയില്ല. അത്രയേ ഉള്ളൂ. ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? കോരസീനുകാർക്കും ബത്സയിദക്കാർക്കും ഇതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നിയില്ല. അവരിതിനെയൊക്കെ എന്തായി കണ്ടു? സ്വാഭാവികം എന്ന് കണ്ടു. എന്ത് കണ്ടു? സ്വാഭാവികം എന്ന് കണ്ടു. ഇതെല്ലായിടത്തും നടക്കും പോലെ എന്ന് കണ്ടു. ആര് കണ്ടു? കോരസീനും ബത്സയിദയും കണ്ടു. ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇന്നത്തെ സഭകളിലൊക്കെ നമുക്കറിയാം ഒത്തിരി സഭകളുണ്ട്. ആ സഭകളിലൊക്കെ പല അത്ഭുത പ്രവൃത്തികളും അതിനകത്തെ ആരാധനയിൽ സംഭവിക്കാറുണ്ട് അല്ലേ? ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ശുശ്രൂഷ ചെയ്ത് ഒരു വലിയ അത്ഭുത പ്രവൃത്തിക്കൊന്നും ഞാനിവിടെ നിൽക്കുന്നില്ല. നമ്മളെന്ത് ചെയ്യും? ഇവിടുത്തെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എന്നാൽ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കുന്ന അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലേ? അവിടെയൊക്കെ നടക്കുന്ന അത്ഭുതങ്ങൾ ഏതാ? അത്ഭുതങ്ങൾ എന്താ? എന്ത് അത്ഭുതമാണ് നടക്കുന്നത്? അങ്ങനെയുള്ള പിന്നെ ശുശ്രൂഷകളിലൊക്കെ നടക്കുന്ന അത്ഭുതം എന്താ? നമ്മൾ കണ്ടിട്ടുള്ള അത്ഭുതം പറഞ്ഞു. രോഗശാന്തി അല്ലേ? രോഗശാന്തി എന്ന് പറഞ്ഞാൽ ഏത് രോഗം മാറിപ്പോകുമ്പോഴും നമ്മൾ പറയുന്നു രോഗശാന്തി ഒരു അത്ഭുതമാണ്. പനി മാറിപ്പോയാൽ നമ്മൾ അതൊരു വലിയ അത്ഭുതമാണെന്ന് പറയുമോ?
പറയുമോ? ഇല്ല. ജലദോഷം മാറിപ്പോയാൽ നമ്മൾ പറയുമോ? ഇല്ല. പിന്നെ ഏത് രോഗം മാറിപ്പോയാലാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ഇതൊരു വലിയ അത്ഭുതമാണെന്ന്? മാരകമായ രോഗം അല്ലേ? എന്താ ഒരു മാരകമായ രോഗത്തിൻ്റെ പേര് പറഞ്ഞു? ക്യാൻസർ ഒരു മാരകമായ രോഗമാണ്. ക്യാൻസർ വന്ന് ഒരു 5 വർഷം ശരീരത്തിൽ വന്നിട്ട് 6ാമത്തെ വർഷം ക്യാൻസർ മാറിപ്പോകുമ്പോൾ നമ്മൾ അതിനെന്ത് പേര് പറയും? പറഞ്ഞു, അത്ഭുതം. ഹല്ലേലൂയ. 6ാമത്തെ വർഷം ഇത് മാറിപ്പോകുമ്പോൾ നമ്മളെന്ത് പറയും? അത്ഭുതം. ഇനി ഞാൻ അങ്ങോട്ട് പറയാം, പറഞ്ഞിരിക്കാൻ സമയമില്ലാത്തതാണ്. ഇന്ന് രാത്രി സാജന്യോട് ഇവിടെ നിന്ന് ഈ ആരാധനയൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോകും. എൻ്റെ കാറിൽ അങ്ങോട്ട് യാത്ര ചെയ്ത് പോകും. വഴിയിൽ വെച്ചൊരു ലോറി വന്ന് എൻ്റെ വണ്ടിയിൽ അങ്ങ് ഇടിച്ചു എന്നിരിക്കട്ടെ. ഇടിച്ച് കാറ് മുഴുവനായി തകർന്നു. ആളുകൾ ഈ രാത്രിയിൽ എന്ത് ചെയ്തു? വന്ന് ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ച് എന്നെ വെളിയിലെടുത്ത് നിർത്തിയപ്പോൾ ഞാനിങ്ങനെ നരിയണിയുന്ന എഴുന്നേറ്റ് നിന്നു. അല്ലേ? ഒരു കുഴപ്പവും പറ്റിയില്ല. എങ്കിൽ നമ്മൾ എന്തതിന് പേര് പറയും? അത്ഭുതം. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോണേ, മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കുഞ്ഞുങ്ങളില്ല അല്ലേ? അങ്ങനെ ഇരുന്നിട്ട് 11ാമത്തെ വർഷം കുഞ്ഞിനെ കിട്ടി അല്ലേ? അതിന് നമ്മളെന്ത് പേര് പറയും? അത്ഭുതം. അല്ലേ? നമ്മളെന്ത് പേരിട്ടിട്ടുണ്ട്? അത്ഭുതം. ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്, ഇതാണോ അത്ഭുതം? ഇതാണോ അത്ഭുതം എന്ന് പറഞ്ഞ ദൈവമക്കൾ? ആണോ? ഇതിന് നിങ്ങൾ എന്തായാലും മറുപടി പറയണം. ഇതാണോ അത്ഭുതം? ആണോ? ഇതാണോ അത്ഭുതം? ഞാൻ അഥവാ ആണെന്ന് പറഞ്ഞു പോയാൽ പിന്നെ അടുത്ത ചോദ്യം വേറെ വല്ലതും വരുവാണ് അല്ലേ? ഞാനിനി അങ്ങോട്ട് ചോദിക്കാൻ പോവാ. 5 വർഷം നിന്റെ ശരീരത്തിൽ ക്യാൻസർ വന്നിട്ട് 6ാമത്തെ വർഷം മാറിപ്പോയതിന്റെ പേരാണോ അത്ഭുതം? അതോ ഇന്നുവരെ ജീവിച്ച മാത്രയിൽ നിന്റെ ശരീരത്തിൽ ക്യാൻസർ വരാതിരുന്നതിന്റെ പേരാണോ അത്ഭുതം? ഹല്ലേലൂയ. ഏതാ അത്ഭുതം? വന്നിട്ട് മാറിപ്പോയതാണോ അതോ വരാതിരുന്നതാണോ അത്ഭുതം? പറഞ്ഞ ദൈവമക്കളെ, വരാതിരുന്നത് അത്ഭുതം. ഹല്ലേലൂയ. സാജന്യോണിന്റെ വാഹനം ഇടിച്ചു തരിപ്പണമായി. 2 ലക്ഷം രൂപയാകും. ഷോറൂമിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ 2 ലക്ഷം രൂപയാകും. സാജന്യോട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്നോ? അതിന്റെ പേരാണോ അത്ഭുതം? അതോ 18 വർഷമായി സാജന്യോട് കാർ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇന്നുവരെ ഒരു പോറൽ പോലും ഏൽക്കാതെ നിലനിർത്തിയതിന്റെ പേരാണോ അത്ഭുതം? ഹല്ലേലൂയ. മനസ്സിലായോ അത്ഭുതം ഏതാണ്? ഇനി ഒന്നുകൂടെ പറയാം. ആമേൻ. 10 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് 11ാമത്തെ വർഷം കുഞ്ഞിനെ കിട്ടിയതാണോ അത്ഭുതം? അതോ കല്യാണം കഴിഞ്ഞ് പിറ്റേ വർഷം കുഞ്ഞിനെ കിട്ടിയതിന്റെ പേരാണോ അത്ഭുതം? ഏതാ അത്ഭുതം? നമ്മൾ ഈ വിചാരിക്കുന്ന അത്ഭുതം ഏതാണെന്നറിയാമോ? നമ്മൾക്ക് ഇച്ചിരിയെങ്കിലും അത്ഭുതമായി തോന്നണമെങ്കിൽ അത് 5 വർഷമെങ്കിലും ക്യാൻസർ ശരീരത്തിൽ ഇരിക്കണം. എന്നിട്ട് മാറിപ്പോകുമ്പോഴേ അത് അത്ഭുതമാവും അല്ലേ? ഇവിടെ ക്യാൻസർ വരാതെ നടക്കുന്നവന് ഇതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. അതെന്താ? സ്വാഭാവികം. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ വേഗം എല്ലാവരും നടക്കുന്നു, ഞാൻ നടക്കുന്നു. എല്ലാവരും കൊന്നു, ഞാൻ കൊന്നു. എനിക്കൊരു രോഗമില്ല. അത് സ്വാഭാവികം. അതിലെ ദൈവത്തിൻ്റെ കൈകടത്തൽ ഇല്ലെന്നാണ് പലരുടെയും ചിന്ത. ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൈകടത്തലില്ലെന്നാണ്. ദൈവത്തിൻ്റെ കൈകടത്തൽ എവിടാ? ക്യാൻസർ വന്നവന്റെ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന അബദ്ധധാരണ. ഏതാ അത്ഭുതം? നമ്മുടെ ശരീരത്തിൽ ഒരു രോഗത്തിൻ്റെ അംശം പോലും കയറാതെ ഇന്നുവരെ പൊതിഞ്ഞു സൂക്ഷിച്ചതിൻ്റെ പേരല്ലേ അത്ഭുതം? ആണോ? ഹല്ലേലൂയ. വാഹനം ഓടിക്കുന്ന എത്രയോ പേരുണ്ട്. ചിലരൊക്കെ ഈ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മഹത്വം എന്ന് കരുതുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, എനിക്ക് അന്നേ കിട്ടിയ ട്രെയിനിങ്ങിൽ ഞാനിങ്ങനെ വീട്ടടിച്ച് പോകും എന്ന് പറയുന്നവരുണ്ട്. അവൻ നീ ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചാലും നീ ഏതൊക്കെ പാഠങ്ങളിൽ പഠിച്ചാലും നിന്നെ നിരത്തിൽ കൂടെ ഓടുമ്പോൾ നിന്റെ ഇടവും ബലവും മുൻപും പിൻപും കാവലായി നിൽക്കുന്ന എൻ്റെ തമ്പുരാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഇന്നുവരെ ഒരു പോറൽ വെൽക്കാത്തത്. ഈ പോറലേക്കാത്തവന് ഒരു കുഴപ്പമില്ല. അവനിവിടെ ഒരു കുഴപ്പമില്ല. അവന് പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട അല്ലേ? നമുക്കിത് അത്ഭുതം എന്ന് പറയണമെങ്കിൽ ഇടിച്ചെന്ന് തകർന്നിട്ട് പിന്നെ അതിനകത്ത് നിന്ന് നമ്മൾ എണീറ്റ് നിൽക്കുമ്പോഴാണ് അത്ഭുതം എന്ന് പറയുന്നത്. അതാണോ അത്ഭുതം? അല്ല. ഹല്ലേലൂയ. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ ഇച്ചിരി അത്ഭുതം എന്നൊക്കെ പറയണമെങ്കിൽ ഒരു 10 വർഷമെങ്കിലും കുറഞ്ഞത് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് 11ാമത്തെ വർഷം ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ അതിൻ്റെ പേര് അത്ഭുതം. ഹല്ലേലൂയ. ഈയിടയ്ക്കുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ
ആമേൻ. ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിലൊരു ദമ്പതികളുണ്ടായിരുന്നു. 9 വർഷം കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട ദമ്പതികൾ. അവരുടെ പേര് ഭർത്താവിൻ്റെ പേര് റജി, ഭാര്യയുടെ പേര് പ്രസീത. അവർക്ക് 10ാമത്തെ വർഷം ഒരു കുഞ്ഞിനെ ദൈവം ദാനമായി നൽകി. 9 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. 10ാമത്തെ വർഷം ദൈവം ഒരു കുഞ്ഞിന് ദാനം നൽകി. 11ാമത്തെ വർഷം അവർ എന്നോട് പറഞ്ഞു, അയ്യ, കുഞ്ഞിന് 1 വയസ്സ് തികയാണ്. അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം, ഒരു അനാഥാലയത്തിൽ കൊണ്ടുചെന്ന്, ഒരു ഓർഫണേജിൽ കൊണ്ടുചെന്ന് ഇച്ചിരി ഭക്ഷണം അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ കൊടുക്കണം. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, വാ നമുക്ക് പോകാം. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി ആ ഭക്ഷണമൊക്കെ അവിടെ കൊടുത്ത് മടങ്ങി വന്ന് ഞാൻ എൻ്റെ പേഴ്സണേജിൽ ഒരു കസേരയിൽ ഞാനിങ്ങനെ ആഹാരം കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ അങ്ങനെ ചാരി കിടക്കുമ്പോൾ ഞങ്ങളുടെ സഭയിലുള്ള വേറൊരു സഹോദരൻ ഇങ്ങോട്ട് വന്നു. അയ്യേ, ഇന്ന് രാവിലെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് റജിയുടെ കുഞ്ഞിന് 1 വയസ്സ് തികഞ്ഞതാണ്. അവർ 9 വർഷം കാത്തിരുന്ന് കിട്ടിയതല്ലേ, അതുകൊണ്ട് റജി കുറച്ച് ഭക്ഷണം അവിടുത്തെ അനാഥാലയത്തിൽ കൊടുത്തു. ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു, പ്രാർത്ഥിച്ച് മടങ്ങി വന്നിരിക്കാം. എന്നിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, അയ്യോ, ഇവനോട് കൂടെ ഒന്ന് പറഞ്ഞാലോ. ഞാൻ പറഞ്ഞു, ഷിബു, നീയും കൂടെ എന്ത് ചെയ്യണം, ലേലിയ, നിന്റെ കുഞ്ഞിന് നീയും കൂടെ എന്ത് ചെയ്യണം, നിന്റെ കുഞ്ഞിന് അടുത്തൊരു വയസ്സും കൂടെ തികയുമ്പോൾ നീ കൊണ്ട് ചെന്ന് ഇച്ചിരി ഭക്ഷണം അവിടെ കൊടുക്കണം ഷിബു. വളരെ അനുഗ്രഹമായിരിക്കും, ദൈവം നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്ത വായോട് എന്നോട് പറഞ്ഞു, അയ്യാ, അത് അവർ 9 വർഷം കാത്തിരുന്ന് കിട്ടിയില്ലേ, അവർ അത് ചെയ്യണം. ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കിട്ടിയില്ലേ, അപ്പൊ പിന്നെ ഞാനത് ചെയ്യേണ്ട കാര്യമുണ്ട്. ആ നേരത്തെ എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ ദൈവമേ, സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നേർച്ച കൺവെൻഷനും നേർച്ച വഴിപാടുകളും നടത്തുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാച്ച? ആരാ നേർച്ച കൺവെൻഷൻ നടത്തുന്നത്? ക്യാൻസർ വന്നിട്ട് മാറിപ്പോയ, വാഹനം ഇടിച്ചിട്ട് ഈ പൊട്ടുഭാഗ്യത്തിന് രക്ഷപ്പെട്ടു വന്നത്. ഹല്ലേലൂയ. അവൻ മനസ്സിലാവുന്നുണ്ടോ? 10 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് ഭാരപ്പെട്ട് 11ാമത്തെ വർഷം കുഞ്ഞിനെ കിട്ടിയവനാ നേർച്ച കൺവെൻഷൻ നടത്തുന്നത്. ഹല്ലേലൂയ. അപ്പോഴും ഒന്നും സംഭവിക്കാത്തവൻ. ഇവിടെ അവനൊന്നും അറിയണം. ക്യാൻസർ വന്നിട്ട് RCC മറ്റനേകം ഹോസ്പിറ്റലിൽ കൊണ്ടു നടന്ന് ചികിത്സിച്ച് കടത്തിന്മേൽ കടവുമായി നിൽക്കുന്നയാളോട് നമ്മളെ കമ്മിറ്റിക്കാരും നമ്മളെ അച്ഛനും ഒക്കെ കൂടെ ചെന്ന് ചോദിക്കും, എങ്ങനെയുണ്ട്, സുഖമുണ്ടോ? സുഖമുണ്ട്. എന്നാൽ പിന്നെ ഈ വർഷത്തെ കൺവെൻഷൻ നടത്താം. ശരി, സുഖം തോന്നുന്നുണ്ട്. അവർ കടത്തിന്മേൽ കടവായിട്ട് നിൽക്കുന്നവരെ കൊണ്ട് നമ്മളൊരു കൺവെൻഷൻ നടത്തിക്കും. അല്ലെങ്കിൽ അപ്പോൾ ക്യാൻസറിൻ്റെ ഒരു അംശം പോലും വരാത്തവൻ ഇവിടെ ഒന്നും അറിയുന്നില്ല. അവന് കൺവെൻഷൻ ഇല്ല, അവന് പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. കാരണം എന്താ? ഇത് സ്വാഭാവികമല്ലേ, എല്ലാവരും നടക്കുന്നു, ഞാൻ നടക്കുന്നു. എൻ്റെ ശരീരത്തുമായിട്ട് ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് വലയുന്ന കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവന് കുഞ്ഞ് കിട്ടുമ്പോൾ അവൻ കൊണ്ടുവന്ന് അവൻ ചിലപ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം അവൻ 3 ലക്ഷം രൂപ വേണം. അവൻ 2-3 പ്രാവശ്യം ഫെയിലുവറായി 4ാമത്തെ പ്രാവശ്യം കൊണ്ടുവന്ന് അവൻ ഇതൊക്കെ ചെയ്ത് സക്സസ് ആയി വരുമ്പോൾ അവൻ എത്ര ലക്ഷം രൂപ? 10-15 ലക്ഷം രൂപ കടവുമായിട്ട് അവൻ കുഞ്ഞുമായിട്ട് പള്ളി വരുമ്പോൾ അച്ഛൻ ചോദിക്കും, കുഞ്ഞിനെ കിട്ടിയില്ലേ, ഈ വർഷത്തെ കൺവെൻഷൻ നടത്താമെന്ന് ചോദിച്ചാൽ അവൻ 15 ലക്ഷത്തിൻ്റെ കടത്തിൻ്റെ മേൽ അവൻ ഈ വർഷത്തെ കൺവെൻഷൻ്റെ കടം കൂടെ എടുത്തു വയ്ക്കും. യഥാർത്ഥത്തിൽ അവനാണോ കൺവെൻഷൻ നടത്തേണ്ടത്? കല്യാണം കഴിഞ്ഞിട്ട് കാത്തിരിക്കാതെ പൈതലിനെ കിട്ടിയവൻ നടത്തണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദിവസത്തെ കൺവെൻഷൻ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? വാഹനം ഇടിച്ചവൻ ഷോറൂമിൽ കൊണ്ടുവന്ന് പൈസയും കൊടുത്ത് 2 ലക്ഷം രൂപ മുടക്കി അവൻ്റെ പുതിയ കാറോട് അങ്ങനെ ആ നന്നാക്കിയെടുത്ത കാറ് കൊണ്ട് മടങ്ങി വരുമ്പോൾ, അയ്യോ, ഇതൊക്കെ ഭംഗിയായല്ലേ, ശരി, എന്നാൽ പിന്നെ ഈ വർഷത്തെ കൺവെൻഷൻ പിന്നെന്താ? അവൻ വീണ്ടും കടവും മറിച്ച് കൊണ്ടുവന്ന് കൺവെൻഷൻ നടത്തുന്നു. ദൈവമക്കളെ, അടുത്ത വർഷങ്ങളിൽ അവൻ ദൈവാലയത്തിനൊരു നേർച്ച വെക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്ന, ഒരു പോറൽ പോലും ഏൽക്കാത്ത, ഒരു രോഗത്തിൻ്റെയും സിംറ്റം നിങ്ങളുടെ ശരീരത്തിലില്ലാത്ത നിങ്ങൾ നടത്തണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കൾ? ഇവിടെ കോരസിനും ബത്സയിദയും അത് സ്വാഭാവികമെന്ന് കണ്ടു. യേശു കർത്താവ് എന്ത് കൊടുത്തു? യേശു കർത്താവിനോട് കൂടെ നടക്കാൻ അനുഗ്രഹം കൊടുത്തു. അവൻ കൂടെ സഞ്ചരിക്കാൻ ഏത് മലകളിലും കയറി വരാനുള്ള അനുഗ്രഹം കൊടുത്തു. ഇവർ വിചാരിച്ചു ഇതിലൊന്നും അത്ഭുതമില്ലല്ലോ. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുരുടനായിരുന്നിട്ട് അത് സൗഖ്യമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ മുടന്തനായിട്ട് നടന്നിട്ട് അത് സൗഖ്യമാണ്. അത് മാത്രമാണോ അത്ഭുതം? അല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രി നീ പോയി കിടക്കും, നിന്റെ കട്ടിൽ കിടക്കും,
അവൻ നീ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നിന്റെ തലയണയിൽ നിന്ന് നിന്റെ തലയൊന്ന് പൊന്തിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ അതിന്റെ പേര് അത്ഭുതമെന്ന. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ 2 കാലുകളും കട്ടിൽ നിന്ന് എടുത്ത തറയിലൂന്നി നിനക്കൊന്ന് നിവർന്നു നിൽക്കാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ അതിന്റെ പേര് അത്ഭുതമെന്ന. ഹല്ലേലൂയ. നിന്റെ ഭാര്യയോടോ മകളോടോ നിന്റെ അമ്മയോടോ ഒരിത്തിരി ചായ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവർ ചെന്ന് ചായ എടുത്തോണ്ട് വന്ന് നിന്റെ കയ്യിൽ തരുമ്പോൾ അതിനെ വലതുകരം കൊണ്ട് നീട്ടി അതിനെ അവൻ വാങ്ങി ചുണ്ടോടടുപ്പിച്ച് കുടിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ അതിന്റെ പേര് അത്ഭുതമെന്ന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ മനസ്സിലാക്കണേ, നിന്റെ ഭാര്യ നിനക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു പൊതിച്ചോറ് കെട്ടിത്തന്ന് നിന്നെ അയക്കുമ്പോൾ അവളുടെ മനസ്സിലെ ചിന്ത എന്താ? എൻ്റെ ചേട്ടൻ, എൻ്റെ ഭർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് ഉച്ചവരെ ജീവിച്ചിരിക്കും, ഞാൻ കൊടുത്തയക്കുന്ന ഈ ഭക്ഷണപ്പൊതി തുറന്ന് ഭക്ഷിക്കും. ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അതൊരു വിശ്വാസമാണ്. ഹല്ലേലൂയ, ആമേൻ. കുഞ്ഞുങ്ങളെ ഒരിക്കൽ സ്കൂളിലേക്ക് വിട്ട് ചോറും പൊതിയും കെട്ടിക്കൊടുത്ത് വിട്ടയക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? വീട്ടിലിരിക്കുന്ന അമ്മയുടെ ചിന്ത എന്താ? എൻ്റെ കുഞ്ഞിന്ന് ഉച്ചവരെ ജീവിച്ചിരിക്കും, ആമേൻ, സ്തോത്രം, ആ കുഞ്ഞതെടുത്ത് കഴിക്കും. ഹല്ലേലൂയ. വൈകിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന അപ്പൻ, ഹല്ലേലൂയ, വരുന്ന വഴിക്ക് ആമേൻ വഴിയരികിൽ കാണുന്ന ചായക്കടയിലെ കണ്ണാടിപ്പെട്ടിയിൽ ഇരിക്കുന്ന അവൻ പലഹാരങ്ങൾ വാങ്ങി പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വരുമ്പോൾ അവൻ വീട്ടിലേക്ക് അടുക്കുമ്പോൾ അവൻ്റെ മനസ്സിലെ ചിന്ത എന്താ? ഞാൻ രാവിലെ കണ്ടു മടങ്ങിപ്പോയി എൻ്റെ ഭാര്യയും മക്കളും ജീവനോടെ എൻ്റെ ഭവനത്തിനകത്തുണ്ടാകും എന്നുള്ള വിശ്വാസം അവനെ ഭരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി മനസ്സിലാക്കണേ, ഇന്ന് രാവിലെ അങ്ങനെ വിശ്വസിച്ച ചിലരുടെ വിശ്വാസം തെറ്റിയ ദിവസമായി ഇന്ന്. ഹല്ലേലൂയ. അവൻ ഇന്ന് രാവിലെ അങ്ങനെ ചിന്തിച്ചിറങ്ങി തിരിച്ച പല ഭവനങ്ങളിലെയും പ്രിയപ്പെട്ടവരുടെ വിശ്വാസം തെറ്റിയ അവൻ ദിവസമായിരുന്ന അങ്ങനെയുള്ളവരുടെ നടുവില നിന്നെ ആരോഗ്യത്തോടെ നിന്റെ ഭവനത്തിലൊന്ന് കുറയാതെ തമ്പുരാൻ നടത്തിയത് അതിന്റെ പേര് അത്ഭുതമെന്ന. ഇതിനെയാണ് ആര് സ്വാഭാവികമെന്ന് കണ്ടത്? കോരസീൻ സ്വാഭാവികമെന്ന് കണ്ടത്, ബെത്സൈദ സ്വാഭാവികമെന്ന് കണ്ടത്. അങ്ങനെ ഇത്രയും അത്ഭുതങ്ങൾ കണ്ടിട്ട് മാനസാന്തരപ്പെടാതിരുന്ന കോരസീനെ നോക്കി കർത്താവ് ഇങ്ങനെ വിളിച്ചു, കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സൈദയെ നിനക്ക് ഹാ കഷ്ടം. ഞാൻ ഇത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 15 വർഷമായി ഇവിടെ സഭ നട്ടിട്ട്, ഹല്ലേലൂയ, ഈ 15 വർഷമായിട്ടും മാനസാന്തരത്തിന്റെ കണിക നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ഹല്ലേലൂയ, തമ്പുരാൻ പറയും, അവൻ നാടരുവോളം CSI സഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കളെ നിനക്ക് ആ കഷ്ടം. ആമേൻ. അവൻ സോരിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊടി ദേശത്തിന്റെ നടുവിൽ കൂടെ ഗലീല കടൽപ്പുറത്ത് വന്നതുപോലെ അവിടെ വന്നതെന്തിനാ? കോരസീനും ബെത്സൈദയ്ക്കും മാനസാന്തരം ഉണ്ടോ എന്നറിയാം. അങ്ങനെ വന്നതുപോലെ അവൻ സോരിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഇന്ന് എവിടെ വന്ന് നിൽപ്പുണ്ട്? എവിടെ വന്ന് നിൽപ്പുണ്ട്? എവിടെ വന്ന് നിൽപ്പുണ്ട്? ഈ ദൈവാലയത്തിന്റെ അകത്തളത്തിൽ വന്ന് നിൽപ്പുണ്ട്. നിങ്ങളിൽ മാനസാന്തരം ഉണ്ടോ എന്നറിയാം. ഇന്ന് രാത്രി ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ലാത്ത, ഇതുവരെ രക്ഷയുടെ അനുഭവമില്ല ഉണ്ടായിട്ടില്ലാത്ത ദൈവമക്കളെ, ഇതൊരു സുപ്രസാദ കാലമാണ്. സാജൻ ജോൺ വന്നതുകൊണ്ടല്ല, സാജൻ ജോൺ പ്രസംഗിച്ചത് കൊണ്ടല്ല. ആമേൻ, സ്തോത്രം. നിനക്ക് ദൈവത്തിൻ്റെ സുവിശേഷം വേണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരണം. അവനെ ഹൃദയം കൊടുക്കണം, അവനെ ജീവിതം കൊടുക്കണം. എന്നിട്ട് പറയണം, അപ്പാ, എനിക്ക് നിന്റെ രക്ഷ വേണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആവശ്യമുണ്ട്? അവൻ സോരിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിന്റെ നടുവിലൂടെ ഗലീല കടൽപ്പുറത്ത് വന്നതുപോലെ ഇന്ന് രാത്രിയിൽ ഈ ദൈവാലയത്തിനകത്ത് കടന്നു വന്നിരിക്കും. നിങ്ങൾക്ക് മനസ്സൊന്നെങ്കിലും എഴുന്നേറ്റിരിക്കാം. എന്നിട്ട് കർത്താവിന്റെ സന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, എനിക്ക് നിന്റെ സുവിശേഷം വേണം. അതിലൂടെ എനിക്ക് മാനസാന്തരപ്പെടണം. അതിലൂടെ എനിക്ക് രക്ഷ കിട്ടണം. സോരിന്റെ സുവിശേഷം വേണ്ടായിരുന്നു, സീദോന്റെ സുവിശേഷം വേണ്ടായിരുന്നു, ദക്കപ്പൊലി ദേശത്തിന്റെ സുവിശേഷം വേണ്ട. ഇനി അഥവാ സുവിശേഷം വേണമെന്നുള്ള മക്കളെന്ന് കരുതിയ ഗലീലക്കാരിലെ കോരസീനും ബെത്സൈദയും പോലും സുവിശേഷം കേട്ടിട്ടും മാനസാന്തരപ്പെട്ടില്ല. കർത്താവ്, അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്ക് വരരുതേ. കർത്താവ്, എനിക്ക് മാനസാന്തരം വേണം. എനിക്ക് കർത്താവിൽ വിശ്വസിക്കണം, എനിക്ക് അനുദപിക്കണം, ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തലം. അപ്പോൾ ആ രക്ഷയുടെ അനുഭവം ഇതിൽ നിന്ന് എടുത്തു കളയരുത് എന്നൊരു പ്രാർത്ഥന ഇന്ന് രാത്രി പ്രാർത്ഥിക്കാമോ? കർത്താവിനെ മാനിക്കാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ്, അവൻ ഞാൻ മാനസാന്തരപ്പെടും. ഇനി പാപത്തിന്റെ പിന്നാലെ ഞാൻ പോകത്തില്ല. കർത്താവ്, ഇത് നീ തന്ന അനുഗ്രഹങ്ങൾ സ്വാഭാവികമെന്ന് ഞാൻ കാണത്തില്ല. ഹല്ലേലൂയ. കർത്താവ്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാഞ്ചിക്കുന്നു.
പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ക്രൂശിന്മേ കാണുന്ന ദാരിദ്ര്യ പ്രാണനാഥൻ ചാകുന്നു. പ്രാണനാഥൻ രാത്രിയിൽ നിനക്ക് ക്രൂശിന്റെ അടിവാരത്തിലേക്ക് കടന്നു വരാമോ? നിനക്ക് കർത്താവിന്റെ തിരുമുഖത്തിലേക്ക് ഒന്ന് നോക്കാമോ? അവൻ പങ്കപ്പാട് അനുഭവിച്ചു. അവൻ സ്വന്തം ഉന്നതം വെട്ടി താണ നിലത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എനിക്ക് നിനക്കും വേണ്ടി പങ്കപ്പാടുകൾ അനുഭവിച്ച അവൻ ഘോരം കുരിശേന്തി അവൻ സ്വന്തം ഹല്ലേലൂയ കാൽവരിയുടെ പനവരത്തെ കള്ളന്മാരുടെ നടുവിൽ പച്ച പൈമര കുരിശിൽ കാലിലുംപാടുകൾ തൂക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി തന്നപ്പോ അവൻ കുഞ്ഞെ, നീ മാനസാന്തരപ്പെട്ടില്ലേ? നീ മാനസാന്തരത്തിന്റെ അനുഭവത്തിലെത്തിയില്ലേ? ഇന്ന് രാത്രി തമ്പുരാനോട് വിളിച്ചു പറ, അപ്പാ എനിക്ക് നിന്റെ മാനസാന്തരം വേണം. കർത്താവേ, എനിക്ക് മാനസാന്തരപ്പെടണം. എനിക്ക് രക്ഷയുടെ അനുഭവം വേണം. ഹല്ലേലൂയ കർത്താവേ. ആമേൻ. നീ അവിടുന്ന് സോരിന്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദക്കപ്പലി ദേശത്തിന്റെ നടുവിൽ കൂടെ ഗലീല കടൽപ്പുറത്ത് വന്നപ്പോൾ അവൻ കോരസിനും ബത്സയിദയും അടക്കമുള്ളവർ മാനസാന്തരപ്പെടാതെ നിന്നപ്പോൾ നിന്റെ മനസ്സ് കലങ്ങിയതുപോലെ ഹല്ലേലൂയ സ്തോത്രം, എന്നെ കുറിച്ചോർത്ത് നീ മനസ്സ് കലങ്ങാൻ ഇടവരുത്താതെ അപ്പാ എനിക്ക് മാനസാന്തരപ്പെടണമെന്നുള്ള ചിന്ത ഞങ്ങളുടെ ജനത്തിന്റെ മേൽ നീ അവിടുന്ന് കുതിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവർ മാനസാന്തരപ്പെടുന്ന ദൈവവൈദ്യരായിരിക്കുമ്പോൾ ഒരു ശക്തിക്കും ഒരു ദുർശക്തിക്കും ഒരു പൈശാചികനും എന്റെ മക്കളെ സ്പർശിക്കുവാൻ ഇടവരുത്താതെ, എന്റെ മക്കളുടെ കുടുംബങ്ങളെ സ്പർശിക്കുവാൻ ഇടവരുത്താതെ സ്വർഗ്ഗം നിന്റെ മക്കളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇന്ന് സന്തോഷത്തോടെ നിന്റെ മക്കൾ മടങ്ങിപ്പോകട്ടെ. മാനസാന്തരത്തിന്റെ അനുഭവം നിന്റെ മക്കളിലുണ്ടാകും. ഈ ശബ്ദപരിധിക്കുള്ളിലായിരുന്നു കൊണ്ട് കർത്താവേ സുവിശേഷത്തെ കേൾക്കാം. എല്ലാ ദൈവജനത്തെ അനുഗ്രഹിക്കണം. ഈ കൺവെൻഷന് വേണ്ടി ബന്ധപ്പെടുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം. ശുശ്രൂഷകരെ അനുഗ്രഹിക്കണം. കർത്താവേ ചെയർമാൻ അച്ഛനോടൊന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. എല്ലാവരും തൃക്കരത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവേ, നിനക്ക് ഹിതമെങ്കിൽ നാളെ ഒരു പകൽക്കാലം കൂടെ കണ്ടു സന്തോഷിച്ചാൽ വൈകിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്നാൽ ഒരുമിച്ച് ആരാധിപ്പാൻ സ്വർഗ്ഗം അവസരം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ മടങ്ങിപ്പോകട്ടെ. വിരിയാത്ത ദൈവത്തിന്റെ മഹത്സാന്നിധ്യം ഞങ്ങൾ രുചിച്ചറിയട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയായി യാചിക്കുമ്പോൾ കൃപയോട് ഉത്തരവരണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.